ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൽ 2-3 റിസൾട്ട് പെട്ടെന്ന് വരാൻ പോകണം. Ready? 1, 2, 3, Team Josh. ഓക്കെ, ഈ ബാക്കിയുള്ള ആൾക്കാർ ഇത് കാണുമ്പോ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ, പ്ലീസ്. Team 2, Team 3, LTT. Okay, good. Give a clap up. Team 4. The next team, come on. Success. ശ്രദ്ധിച്ചല്ലോ. ഇതാണ് കോസ്റ്റ്യൂമിന്റെ പ്രത്യേകത. എല്ലാവർക്കും ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പല സംസാരങ്ങളും. Okay, next team, come on. Wow. Right. ഒരു ഫോട്ടോയ്ക്ക് ഒന്ന് ചെറുക്കണം കേട്ടോ, കൊള്ളാം, നല്ല കോസ്റ്റ്യൂം. Ready? The last team there. കരിമ്പൂച്ചകളോ തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ടീം. Okay, come on. Very nice. Powerful. And the last team, come on. ഇത് സങ്കര ഇനമാണോ? അല്ല, ഏത് ടൈപ്പാണ് ഇത്? ഏത്? ഓക്കെ, റൈറ്റ്, ഗുഡ്. തൊട്ട് മുമ്പുള്ള നെക്സ്റ്റ് വ്യൂ. മതി, റൈറ്റ്, വെരി പവർഫുൾ. നെക്സ്റ്റ് ടീം. ഗ്രേറ്റ്. ഫുൾ. നെക്സ്റ്റ് ടീം. Can you reach? Right. Oh, great. Powerful. Repeat the word. Edition 56. Day. Right. FEMA. എന്താ FEMA? ഫെബ്രുവരി മാർച്ച്. ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത പുതിയൊരു മാസം നിങ്ങളുടെ റീജിയനിൽ. Only because Mission 56 days, 56 നാളുകൾക്കപ്പുറത്തൊരു ദുർഗാഷ്ടമിയുണ്ട്. അന്ന് നല്ല ചോര കുടിക്കാൻ പലരും കാത്തിരിക്കും. ബട്ട് ആ ഫിയർ ഫാക്ടർ അല്ല. 56 നാൾക്കപ്പുറത്ത് ഒരു ഓട്ട മത്സരം പൂർത്തിയാക്കിയിട്ട് ഒരു അത്ലറ്റിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്ത് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടും ഇന്ത്യ ഇത്തവണ ഓസ്ട്രേലിയയിൽ പോയിട്ട് വീരോചിതമായിട്ട് വന്ന പോലെയല്ല. അവസാനം രക്ഷപ്പെട്ടു, മാനും പോയിട്ടില്ല. തിരിച്ച് നമുക്ക് വിക്ടറി സ്റ്റാൻഡിൽ കയറി നിന്നിട്ട് 56 ദിവസങ്ങൾക്കപ്പുറത്ത് ചെറിയ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. അല്പോടെ ശ്രമിച്ചിട്ട് നിങ്ങൾ 1ാം സ്ഥാനത്തെത്താൻ. ചെറിയ ആൾക്കാർ അല്പോടെ നിൽക്കും. അല്പോടെ ശ്രമിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ. ചെറിയ ആൾക്കാർ എങ്ങനെ നിൽക്കും? അന്തസ്സായിട്ട് നിൽക്കും. 56 ദിവസങ്ങൾക്കപ്പുറത്ത് എത്ര പേര് വിക്ടറി സ്റ്റാൻഡിൽ അന്തസ്സായിട്ട് നെഞ്ചുപിരിച്ച് ജനഗണമന അധിനായക ജയ ഹേ ദേശീയ ഗാനം പോലെ നിങ്ങളുടെ റീജിയന്റെ സോങ് ആയിക്കോട്ടെ, എന്ത് സോങ് ആയിക്കോട്ടെ, ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് 56 ദിവസങ്ങൾക്കപ്പുറത്ത് FEMA പ്രോസസ് പൂർത്തിയാകുമ്പോൾ ചങ്ക് പിരിച്ച് യെസ് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി കേട്ടിട്ടുണ്ടോ? ആ താല്പര്യമുള്ളവർ മാത്രം just stand up with the power code. How many of you can stand there? How many of you can stand there, bro? Right? ആക്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മടുക്കും. ബട്ട് ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു അഗ്നി നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഇത് അവിടെ ഉണ്ടാകും. FEMA പ്രോസസ്സിന് ശേഷം മിഷൻ 56 ഡേയ്സിൽ കൈകെട്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല. ഏപ്രിൽ 2 ഈ ഏപ്രിൽ 2 മൂഡിലേക്ക് നമ്മൾ വരാൻ പോകുന്ന 2 രീതി നമ്മൾ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ പക്ഷേ മോഹൻലാലും ടീമുകളൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്ത് നത്തിങ് ബട്ട് ചില ഫെയിലിയേഴ്സ് ഒക്കെ വന്നേക്കാം. ബട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാബാദിലെ ഫൈനലിൽ ട്രോഫി വാങ്ങുന്ന മൂഡ് ക്രിയേറ്റ് ചെയ്തതാണ്. അറ്റ്ലീസ്റ്റ് വലിയ കളിക്കാരൊന്നും അല്ലാത്ത ആൾക്കാർക്ക് 10 വിക്കറ്റിന് മുംബൈ ഹീറോസിനെ തോപ്പിക്കാൻ സാധിച്ച് തിന്നമെടുക്കൊണ്ടാണെങ്കിൽ പോലും. ബട്ട് ആ ഒരു പ്ലേയേഴ്സ് ആ ലെവലിൽ കളിച്ചെങ്കിൽ, ആ ടീംസ് വരെ ആ മണിക്കൂട്ടിനൊക്കെ ആ ലെവലിൽ ക്യാച്ച് എടുത്തെങ്കിൽ അതിന് പിന്നിലേക്ക് നമ്മൾ പവർ വെച്ച് ഇൻജെക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന പവറിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് എന്റെ ട്രെയിനിങ്ങിനേക്കാളും അല്ലെങ്കിൽ കോച്ചിന്റെ ട്രെയിനിങ്ങിനേക്കാളും എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ വലിപ്പം ഇവിടെ പറയുന്ന കൊച്ചു ആശയങ്ങളെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാൻ സാധിച്ചാൽ വിജയിക്കുന്നത് നിങ്ങളാണ്. വിജയിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. വിജയിക്കുന്നത് നമ്മുടെ സോണാണ്, നമ്മുടെ റീജിയനാണ്, എവറിത്തിങ്. ആ പ്രോസസ് വരുമ്പോഴേക്കും ആത്യന്തികം വിജയിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവുമാണ്.
വ്യക്തിത്വം പണയം വെച്ചിട്ടല്ല, വ്യക്തിത്വം നേടി വരുന്നത്. അതുകൊണ്ട് തന്നെ ബി പവർഫുൾ ഇൻ യുവർ മോഡ്. ഞാൻ ഒരു ആക്ഷൻ പറയുമ്പോൾ ആ ആക്ഷൻ മോഡിലേക്ക് തന്നെ വയ്ക്കുക. അതിനോട് നിങ്ങൾക്ക് ഒരു ശബ്ദവും ഉപയോഗിക്കാം. ശബ്ദം കൈയടിയൊന്നുമല്ല, ആക്രോശങ്ങളാകാം, എന്ത് വേണമെങ്കിലാകാം, ചിലപ്പോൾ ആരവമായിരിക്കാം. നിങ്ങൾക്ക് എന്ത് സൗണ്ട് വേണമെങ്കിലും നിങ്ങൾ പുറത്തോട്ട് വന്നിട്ട് ആ സൗണ്ട് അടക്കി വെച്ചുകൊണ്ട് നമുക്ക് ആഹ്ലാദം പ്രകടിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് തന്നെയാകാം. സോ റെഡി നമ്പർ 1, റെഡി നമ്പർ 2, നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക. 56 ദിവസങ്ങൾക്ക് അപ്പുറത്ത്. റെഡി നമ്പർ 3, ആക്ഷൻ! Come on, just close your eyes and visualize I am there with the same sound. Sound of that good and we can visualize that I am there in 56 days. After 56 days, മറ്റെല്ലാം മറന്ന് ഈ ഒരിറ്റ ശ്വാസത്തിലേക്ക് നീ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ that is burning desire. എല്ലാം ഒന്നിച്ചാലോചിച്ചിട്ട് അതിനിടയ്ക്ക് ഇത് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ that is desire. ഈ എനിക്ക് കിട്ടിയിരിക്കുന്ന ദിവസത്തിനകത്ത് ഇത് നേടാനുള്ള എൻ്റെ മനസ്സ് ആ ബേണിംഗ് ഡിസൈറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് മാത്രമായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അതുണ്ടാവണമെങ്കിൽ ഓഫ് കോഴ്സ് ഈ സ്റ്റെബിലിറ്റി പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. ഈ സ്റ്റെബിലിറ്റി പ്രോസസ്സാണ് നമുക്ക് അതിലേക്ക് ശക്തിപ്പെടുത്തുക. ഈ സ്റ്റെബിലിറ്റി പ്രോസസ്സിനനുസരിച്ചാണ് നമ്മളത് മൂവ് ചെയ്യുക. ഈ സ്റ്റെബിലിറ്റി പ്രോസസ്സാണ് നമ്മളെ പ്രൊസീഡ് ചെയ്യിക്കുക. ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് ശക്തമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരാഗ്രഹം നമുക്ക് എത്ര പേർക്കുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടെത്താനും ഉള്ള സമയമാണിത്. മിനിമം 5 പേരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ലഡു പൊട്ടിയെങ്കിൽ അത് ഏത് ലഡുവാണ്, ഒരു പോയിന്റ് എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് പോയിന്റാണ്. തിരിച്ചു വന്നു കഴിയുമ്പോൾ പലരുടെ മനസ്സിലെ പോയിന്റുകൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് എടുക്കും. അതിനുശേഷം നമ്മുടെ ഈ പ്രോസസ്സിന്റെ ഗതി ഒന്ന് അല്പം നമ്മൾ മാറ്റും. സമയം എന്ന് പറയുന്നത് 3 മിനിറ്റ്. 3 മിനിറ്റ് സ്പേസിന്റെ പ്രശ്നമുണ്ട്. 3 minutes 5 members പ്ലീസ്. ബ്രാഞ്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് കൂടുതലായിട്ട് ആൾക്കാരിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നതായിരിക്കും. അതായത് JFM-ൽ നമ്മളുടെ വിഷൻ എന്തായാലും അച്ചീവ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്തത് ഇപ്പം തിരിച്ചറിഞ്ഞത് നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളത് മനസ്സിലായി. ലവ് യുവർ ജോബ് എന്ന് പറയാൻ കാരണം സാറ് പറഞ്ഞ മാതിരി നമ്മള് ജോലിയെ സ്നേഹിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും നമുക്ക് ഹോളിഡേ ഫീൽ ചെയ്യും. താങ്ക് യു. ഞാൻ ഗുരുവായൂർ അഞ്ചാം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ പ്രധാനമായിട്ടും സക്സസിന്റെ പിന്നിലെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എല്ലാ രഹസ്യങ്ങളും നമുക്ക് സാറ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിലേക്ക് ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ചൈൽഡ് ഈഗോ എന്ന് പറയുന്ന ചൈൽഡിനെ പോലെ ആയിരിക്കും നമ്മൾ. ടീം ആര്യൻസ് ആണ്. ഞങ്ങളെ കണ്ടെത്തിയുള്ള ബേണിംഗ് ഡിസൈർ തന്നെയാണ്. പോയിന്റ് എന്ന് വെച്ചാല് ലവ് യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ്. പ്രദീപ് ബത്തേരി ബ്രാഞ്ചിലാണ്. ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾക്ക് സ്ട്രോങ് ഡിസയർ, ബേണിംഗ് ഡിസയർ ഉണ്ടാവണമെന്നാണ്. കാരണം ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല, ആ ഒരു സ്ട്രോങ് ഡിസയർ. എൻ്റെ പേര് സതീശൻ. ഞാൻ തലശ്ശേരി ബ്രാഞ്ചിന് പ്രതിനിധാനം ചെയ്യുന്നു. എൻ്റെ ടീം എന്ന് പറഞ്ഞ വീട് പാഷനാണ്. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, എന്നാൽ വിജയം നിങ്ങളെ തേടിയെത്തും. എൻ്റെ പേര് താര. ഞാൻ കുന്നംകുളം ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഓവർകം ഇനേർഷ്യ.
അതായത് ഈ JFM-ല് നമ്മൾ എല്ലാവരും ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ശരീരം മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങൾ നമുക്ക് കീഴടക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്റെ പേര് എൽദോ, ടീം പഴശ്ശി കൽപ്പറ്റ ബ്രാഞ്ച്. ഞങ്ങളെ ടീമാണ് ഡിസ്കസ് ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ലവ് യുവർ സെൽഫ് ആൻഡ് പാഷൻ. എൻ്റെ പേര് രാജീവൻ, ഞാൻ തളിപ്പറമ്പ് ബ്രാഞ്ചിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ ഞാൻ കണ്ടെത്തിയത് കൂടുതൽ നമ്മുടെ ടീമിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ അത് കാര്യം തന്നെയാണ് ബേണിംഗ് ഡിസയർ. എൻ്റെ പേര് ലക്ഷ്മി പൈ, ടീം വാരിയേഴ്സ് എന്നാണ്, കാലിക്കറ്റ് 1. നമ്മുടെ ടീമിലെ ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ലവ് അവർ സെൽഫ് ആൻഡ് ലവ് അവർ ജോബ്. എൻ്റെ പേര് സിമിക്കുട്ടി എന്നാണ്, ഞാൻ കാസർഗോഡ് ബാങ്കിൽ നിന്നാണ്. ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം ചാലഞ്ചേഴ്സ്. ഞങ്ങൾ കണ്ടെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് യുവർ ജോബ്. പക്ഷേ പാരന്റ്സിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഒക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടിയാലും നമ്മുടെ സ്വന്തം മടി മാറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ സ്വന്തം മനസ്സിലുള്ള ആ ഒരു മരവിപ്പ് മാറ്റിയതിനു ശേഷം ആദ്യം നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കുക. എൻ്റെ പേര് ഗീവസ്, ഞാൻ കുന്നോളം ബ്രാഞ്ചിൽ വരുന്നത്. ഞങ്ങളും കണ്ടുപിടിച്ച പോയിന്റ് ഏകദേശം സെയിം തന്നെയാണ്, ലവ് യുവർ ജോബ് തന്നെയാണ്. മൈ ജോബ്. സച്ചിൻ, ഫാൽക്കൺസ് ടീം കണ്ണൂർ. ഞങ്ങൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്നേഹിക്കുക. ചീത്തയായാലും നല്ലതായാലും ചീത്തയായാലും നമ്മൾ തന്നെ സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിജയത്തിൽ എത്തും. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഇൻഡസ്ട്രി കാണുന്ന ലെവലിൽ ഞാൻ എടുക്കൂല. ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ സാധനം നല്ലതാണ്. ചിരിക്കുമ്പോൾ എന്റെ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ അല്ല ചിരി, ഇവിടെ നിന്നാ ചിരി വരണ്ടേ, ഫ്രം മൈ ഹാർട്ട്. അല്ലെങ്കിൽ വെൽക്കം ടു ഊട്ടി, ടാറ്റ, വെൽക്കം ടു ഊട്ടി, വെൽക്കം ടു കൊടൈക്കനാൽ. ഒരു ആത്മാർത്ഥ ഇല്ല സാധനത്തിൽ. നിങ്ങൾ ചെയ്യുന്ന പണി എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് എന്റെ പ്രിയമുള്ള ഫ്രണ്ട്സ്, നിങ്ങൾ ഏത് പ്രായക്കാരായിക്കോട്ടെ, ഏത് പ്രായം കുറഞ്ഞതായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് ഈ ലെവലിൽ എത്തി നിൽക്കുന്നത് നിങ്ങളുടെ പണികളുടെ കമ്മിറ്റ്മെന്റിന്റെയും നിങ്ങളുടെ കൺവിക്ഷന്റെ കൺവിക്ഷൻ വിത്ത് ദ പ്രൊഡക്റ്റ്, കൺവിക്ഷൻ ഇൻ ദ കമ്പനി, കൺവിക്ഷൻ ബൈ പൊസിഷൻ, കൺവിക്ഷൻ ഇൻ മൈസെൽഫ്, ഇൻ മൈ കേപ്പബിലിറ്റീസ്, മൈ കപ്പാസിറ്റീസ്. ഇതിനുള്ള എന്റെ കൺഫ്യൂഷൻ കൊണ്ടാണ് വേണോ വേണ്ട ഒരു ബ്ലോക്ക്, ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ ബ്ലോക്ക്. ഏത് ഫാക്ടറിന്റെ ബേസിലാണ് നിങ്ങൾ ഡ്രസ് ധരിച്ചിട്ട് വന്നത്? ഇതിലേതാണ്? ഈ ഒരു പ്ലഷർ ഫാക്ടറാണ് നമ്മളെ ഈ ഡ്രസ്സ് ധരിക്കാൻ പ്രേരിപ്പിച്ചത്. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഡ്രസ്സ് അഭിമാനം തോന്നില്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കാര്യമായ റിസ്ക് എടുക്കാത്ത ആൾക്കാര് ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ആകാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ്. സോ പ്രഷർ ഫാക്ടർ ഇത് ചെയ്യുന്നത്, ഈ ഒരു ടാസ്ക് ചെയ്യുന്നത്, ഈ ഇൻഷുറൻസ് സെൽ ചെയ്യുന്നത്, ഈ പ്രീമിയം കളക്ട് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ വേണ്ടില്ല, മറിച്ച് ഐ ആം ഗെറ്റിംഗ് പ്രഷർ ബിക്കോസ് ഐ ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് എനിക്ക് പറയാൻ പറ്റണം. ആൻഡ് ഈവനിങ് ഈ ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രഷർ ഫാക്ടർ ഇസ് ദേർ. ഒന്നെങ്കിൽ മനുഷ്യൻ രണ്ട് കാര്യത്താണ് വർക്ക് ചെയ്തത്. ഇന്റർനാഷണൽ ഒരു ട്രെയിൻ മെത്തഡോളജി വെച്ചിട്ടുള്ള പ്രോസസ്സിലാണ് പറയുക. രണ്ട് ഫാക്ടറാണ് ആൾക്കാർ വർക്ക് ചെയ്യുക. ഐദർ ഫോർ പ്ലഷർ ഫാക്ടർ അല്ലെങ്കിൽ ടു അവോയ്ഡ് പെയിൻ ഉണ്ടാകാതിരിക്കാൻ, ടു അവോയ്ഡ് പെയിൻ. ഇന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ നാളെ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, എന്റെ ബ്രാഞ്ചിലെ അവസ്ഥ എന്തായിരിക്കും, എന്റെ ജോലിയുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ ആ പെയിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്തേ പറ്റും. ഞാനിത് ചെയ്തേ പറ്റും. പല കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ പഠിച്ചില്ലെങ്കിൽ നാളെ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ ചെയ്തില്ലെങ്കിൽ എനിക്ക് അടുത്ത പ്രൊമോഷൻ ലിങ്ക് കിട്ടില്ല. അപ്പൊ ഞാനിത് ചെയ്തേ പറ്റും. ടു അവോയ്ഡ് പെയിൻ ഓർ ടു ഗെറ്റ് പ്ലഷർ. ഈ രണ്ട് ഫാക്ടർ നല്ലതാണ്. മറ്റേത് ചെയ്തേ പറ്റൂ, മെനക്കെട്ട് ചെയ്യുകയാണ്. ചെയ്തേ പറ്റൂ, ചെയ്യാതിരിക്കാൻ എന്ത് പറ്റും? നമ്മൾ മോശക്കാരാന്ന് വരില്ലേ? ഇപ്പുറത്തേത് എന്താണ്? വാ ചെയ്യാൻ 56 ദിവസം എന്തിനാ? 5 ദിവസം പോരെ. പ്ലഷർ ആൻഡ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ഇതിലേതാണ് നിങ്ങളെ ഭരിക്കുന്നതോട് ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലഞ്ച് ബ്രേക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു വല്ലാത്തൊരു അനുഭവമാക്കി മാറ്റുക.
ആഫ്റ്റർനൂൺ പ്രോസസ് നമ്മളൊരു കോമ്പറ്റീഷനോട് കൂടിയാണ് അനുഭവിക്കുക. കോമ്പറ്റീഷൻ 13 ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. There is a competition. You can send 5 members from your group. മത്സരം ആരംഭിക്കാൻ പോകുന്നു. റെഡി റെഡി റെഡി. ഈ ബലൂൺ ഇത്ര പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ ഇതിലും ഫാസ്റ്റ് ആണ് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുന്ന എന്തെങ്കിലും സംഭവം പോസിറ്റീവായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്ത ആൾക്കാരെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ ഉള്ളിലെ ആ പ്രശ്നം പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മനുഷ്യന്റെ മെന്റൽ ട്രെയിനിങ്ങിന്റെ ഏറ്റവും അടിസ്ഥാന തലം എന്ന് പറഞ്ഞാൽ എന്നിൽ ഒരു മാറ്റം ഉണ്ടായെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന നിമിഷമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കഴിയുക. ഇതുവരെ കേട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇന്റേണലൈസ് ചെയ്ത് നമ്മൾ തന്നെ പല ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മൂവ്മെന്റിലേക്ക് പോകുന്ന ഒരു 3 സെഗ്മെന്റ് ഓഫ് ഋതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇന്റേണലൈസിങ് പ്രോസസ്സിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സിൽ ശരിക്കും കണ്ടന്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ ശരിക്കും ഈ ഒരു മിഷൻ 56 ഡേയ്സ് കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട് എങ്കിലും അവനെ ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് സ്ട്രോങ് ആക്കി നമ്മളുടെ ഉള്ളിനെ, മനസ്സിനെ ഒന്ന് പവർഫുൾ ആക്കാനുള്ള ഒരു സമയങ്ങളാണ് പോവുക. ഏതെങ്കിലും ബ്രാഞ്ചിനെ നിങ്ങൾക്ക് തോൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ തീർച്ചയായിട്ടും അത് പറയണം. അതാണ് ആരോഗ്യകരമായ മത്സരം. നോക്കൂ സുഹൃത്തെ, ഞാൻ പണ്ട് ഇലക്ഷൻ നിന്നപ്പോൾ ആസ്മ സെക്രട്ടറി ആയിരുന്നു കോളേജിൽ. എനിക്ക് 6 KSUSFA ഞാൻ സ്വതന്ത്രമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ആൾക്കാരുടെയും ബാനറും പോസ്റ്ററും കെട്ടിക്കൊടുക്കാനൊക്കെ സഹായിക്കുമായിരുന്നു. കാരണം അതൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ ചാൻസ് ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എതിർ സ്ഥാനാർത്ഥികളൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും, നമുക്ക് നല്ല പോസിറ്റീവായ മത്സരം തന്നെ വേണം, പിന്നെ വേറൊന്നും തോന്നില്ല, ഞാൻ ജയിക്കും, വേറൊന്നും തോന്നില്ല, ഞാൻ ജയിക്കും. ബട്ട് വി ഹാവ് എ ഗ്രേറ്റ് ഹെൽത്തി കോമ്പറ്റീഷൻ. ഞാൻ ആ കോളേജ് ഫസ്റ്റ് ഇയർ ചെല്ലുന്ന സമയമാണ് നോക്കുന്നത്. നിങ്ങളൊരു കോളേജ് ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ അവിടെ ഒരു ഇലക്ഷൻ ജയിക്കുക എന്ന് പറയുന്നത് ജനറൽ സീറ്റിൽ അത്ര ഈസി അല്ല. അപ്പോൾ അതും ചെന്നിട്ട് 2ാം മാസമായിരുന്നു ഇലക്ഷൻ, വളരെ ഫാസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ്സുകൾ പോലും ഏതാണെന്ന് കൃത്യമായിട്ട് നിശ്ചയില്ല, പിള്ളേർക്ക് ഞാൻ ആരാന്നും അറിയത്തില്ല. അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടൊരു അടിയാണ് അടിച്ചത്. എല്ലാവരും ഇലക്ഷൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് മനസ്സിലായി, നിങ്ങളുടെ കേസിന് ഞാൻ ഇന്ന ക്ലാസ്സിലെ ആളാണ് കേട്ടോ, ഫസ്റ്റ് ഇയർ സൈക്കോളജിയിലെ വിപിനാണ്, എൻ്റെ പേര് വിപിൻ റോൾഡൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരിചയപ്പെടും. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഞാൻ ഇലക്ഷൻ ചുമ്മാ സ്വന്തമായിട്ട് നിൽക്കുന്നുള്ളൂ, എന്തെങ്കിലും സഹായം കൊണ്ട് പറഞ്ഞ് ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പാറയില്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിറ്റീവ് സപ്പോർട്ടും ഞാൻ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ പറയും, നമ്മൾ വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കും, നമ്മുടെ ഈ ഒരു വളരെ മോഡൽ കോമ്പറ്റീഷൻ ആയിരിക്കണം. പിന്നെ എനിക്കൊരു ചെറിയ നിർബന്ധബുദ്ധിയുണ്ട്, അത് നിങ്ങൾക്ക് വിഷമമൊന്നും വിചാരിക്കരുത്, നമുക്ക് നന്നായിട്ട് മത്സരിക്കാം. പക്ഷെ ഞാൻ ജയമൊന്ന് ആദ്യം ഫിക്സ് ചെയ്തു. കുറച്ച് നാടകവും കുറച്ച് പാട്ടും അത്യാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് വെപ്പൺസ് ഉണ്ടായിരുന്നു. ഇതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ വരേണ്ടത് വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടു. എലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ആ ദിവസം ഞാൻ എൻ്റെ വിജയാഘോഷം മുഴക്കുന്ന ക്യാമ്പസിൽ കൂടെ ഞാൻ നടന്നു, ഓരോ സ്ഥലങ്ങളും നടന്നു. വിജയിച്ചു കഴിഞ്ഞ് ഞാൻ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. ഇപ്പൊ തന്നെ പറയുമ്പോൾ എനിക്ക് സോ ഞാൻ വിജയിച്ച് നടക്കാൻ പോകുന്ന സ്ഥലങ്ങളാണിത്. ഇവിടെയൊക്കെ കൂടുതൽ കുട്ടികൾ എനിക്ക് കൈയടിക്കും. ബിക്കോസ് ഐ ആം വാക്കിംഗ് ലൈക്ക് എ വിന്നർ, ഐ ആം ടോക്കിംഗ് ലൈക്ക് എ വിന്നർ, ഐ ആം വിഷ്വലൈസിംഗ് ദാറ്റ് സക്സസ് ഇൻ മൈ മൈൻഡ്. ഇതിനിടയ്ക്കും ചോദിച്ചോട്ടെ, മോഹൻലാലിനോടൊക്കെ ചോദിച്ച അതേ ചോദ്യമാണ്, വിമാനം ആദ്യം എവിടെയാ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാവോ? ഞാൻ പറഞ്ഞുകൊണ്ട് അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചാടിക്കറിയും. ഇവരെല്ലാം പറഞ്ഞു, ഓരോ അവിടെ ആർട്ടിസ്റ്റുകളെല്ലാം പറഞ്ഞു കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവരാണ് പല ആൾക്കാരും പറഞ്ഞു. ജനറൽ നോളജ് സിനിമാക്കാർക്ക് ഭയങ്കര കൂടുതലുണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഇതിനിടയ്ക്ക് ഏതോ പുതുമുഖം ഒരു താരം ഇവിടെ മോഹൻലാൽ ജസ്റ്റ് പറഞ്ഞു തുടങ്ങി, കറക്റ്റായിരുന്നു. ഇതിന് മനസ്സിൽ ഐ തിങ്ക് മൈൻഡ് എന്നൊക്കെ പറഞ്ഞു വന്ന സാധനം തന്നെ. അപ്പോൾ 1-2 പേര് ഫീൽ ചെയ്തു മനസ്സിലാണെന്ന് പറഞ്ഞു.
പുറത്ത് വിജയം തേടാൻ ശ്രമിക്കുമ്പോൾ അകത്ത് എനിക്ക് വിജയം കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തെ വിജയം എനിക്ക് കിട്ടൂല. ഇത് വേറെ എത്രയാണ് നമ്മുടെ ടോട്ടൽ ടാർഗറ്റ്? ഐ തിങ്ക് രാജി our total target I think 8 or something. Yeah, 8.265 നമ്മൾ കളക്ട് ചെയ്യണമെങ്കിൽ ഇത്ര ആളുകൾ തമ്മിലുള്ള ഒരു ടീം എഫേർട്ടിൽ നടക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സേ ഉള്ളൂ. സംഭവം നമ്മളൊരു പായ നെയ്യാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഇത് കൂട്ടിക്കെട്ടുന്നു. അതോടൊപ്പം പുറകിലുള്ളവരും മുൻപിലുള്ളതും കൂടെ കൂട്ടിക്കെട്ടാനുള്ള ചില സംവിധാനങ്ങൾ നോക്കുക. സംഭവം പെർഫെക്റ്റ് ആയിരിക്കും നിർബന്ധമൊന്നുമില്ല. എങ്ങനെയെങ്കിലും എല്ലാം തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം, ഒരു നെറ്റ് ഉണ്ടാവണം. സംഭവം വള്ളി മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഡാൻസ് ചെയ്യാം. ഫ്രീ ആയിട്ട് ഡാൻസ് ചെയ്യാം. വള്ളി മാറ്റാം. ഡാൻസ് 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 ഡാൻസ്. ഓ ഈ പാടാൻ അറിയാത്ത സമയത്ത് ടീം ജോയ് എന്ന് പറഞ്ഞാൽ മതി. Thank you for great cooperation. It was a wonderful team.